തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ സ്വാന്തന കൂടാരത്തിലേക്ക് ഒരിക്കൽ കൂടി ആദരവോടുകൂടി സ്നേഹവന്ദനം. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം സുവിശേഷങ്ങൾ വെച്ച് ദൈർഘ്യമുള്ള ഒരു അധ്യായമാണ്. ആരംഭഭാഗമാകട്ടെ ഇത്ര മനോഹരമായിട്ടാണ് വായിച്ചെടുക്കാൻ പറ്റുക. തന്നെ കേൾക്കാൻ വന്ന വലിയ ആൾക്കൂട്ടത്തിന് അത്ഭുതകരമായിട്ട് 5 അപ്പത്തിൽ നിന്ന് ഭക്ഷണം വർദ്ധിപ്പിച്ച് നൽകുന്ന സംഭവമാണ് വിവരിക്കുക. തുടക്കഭാഗം ഫിലിപ്പോസിനെ ഇത്തിരി വിഷമിപ്പിക്കുന്നുണ്ട്. യേശു ഈ വലിയ ജനക്കൂട്ടത്തിന് ഭക്ഷണം കൊടുത്തേ മതിയാവും, എന്തു ചെയ്യണം? അങ്ങനെയൊരു ധാരണ ഒട്ടും ഉള്ളിലുണ്ടായിരുന്നില്ലാത്ത സമയത്ത് ഫിലിപ്പോസ് തമ്പുരാൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോകുന്നുണ്ട്. തൻ്റെ സുഹൃത്തായ കർത്താവിൻ്റെ മറ്റൊരു ശിഷ്യനും കൂടി അന്ത്രയോസ് സഹായത്തിനെത്തുന്നതാവട്ടെ തങ്ങളുടെ കൈവശമുള്ള ആ ഇല്ലായ്മ അല്ലെങ്കിൽ പരിമിതമായ വിഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടിയായിരുന്നു. ഞങ്ങൾക്കിടയിലുള്ള ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മത്സ്യവും ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ കൈവശമില്ല. അങ്ങനെയൊക്കെ തങ്ങളുടെ ഇല്ലായ്മയെ ഓർമ്മപ്പെടുത്തി പരിമിതികളെ മാത്രം കുറച്ചും കൂടി ഗൗരവത്തിൽ കണ്ട് ഗുരുവിൻ്റെ മുമ്പിൽ നിസ്സഹരായിട്ട് നിൽക്കുന്ന ശിഷ്യന്മാർ. എന്നാൽ ആ ചെറിയ ബാലൻ്റെ കൈവശമുണ്ടായിരുന്ന 5 അപ്പത്തിൽ നിന്ന് 2 മത്സ്യത്തിൽ നിന്ന് ആ സമൂഹത്തിന് മുഴുവൻ സമൃദ്ധിയായ സദ്യ യേശു ഒരുക്കുന്നു. അവശേഷിച്ചത് ഒരു നുറുക്ക് പോലും കളഞ്ഞു പോകാതെ ശേഖരിപ്പാനായിട്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു. 12 കുട്ടകൾ അവർ ശേഖരിച്ചു. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറിപ്പോകുന്നു. ഒരു വലിയ നേട്ടത്തിന് മുമ്പിൽ വലിയ നാടകീയമായ ചില രംഗങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അവസരത്തിന് മുമ്പിൽ നിന്ന് യേശു എത്ര വിദഗ്ധമായിട്ടാണ് പുറകോട്ട് മാറിപ്പോവുക. തന്നെ ഉപദ്രവിക്കാനായിട്ട് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് സംഘങ്ങൾ എത്തുന്ന സന്ദർഭങ്ങളിൽ പോലും യേശു ഒട്ടും ഭയപ്പെടാതെ പുറകോട്ടൊരു ചുവട് പോലും വെക്കാതെ ധീരതയോടെ നിന്നിരുന്നു എന്നുകൂടി അവൻ്റെ അവസാന കാലം സുവിശേഷത്തിൽ വായിച്ചെടുക്കാൻ നമുക്ക് പിടികിട്ടുന്നുണ്ട്. ഇവിടെ ആവട്ടെ അവനെ പിടിക്കുവാനായിട്ട് കടന്നു വന്ന ആളുകൾ അവനെ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ഒരു രാജാവോ നേതാവോ ഒക്കെ ആക്കി ഇവനെ മാറ്റണം, അവരോധിക്കണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോട് ഒരു വലിയ ജനസമൂഹം, തൃപ്തരായ ജനസമൂഹം ഇനി നീയാണ് ഞങ്ങളുടെ നേതാവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും വീണുപോകാവുന്നൊരു സന്ദർഭം കൂടിയാണ്. ഇതാ വെറുതെ ലഭിക്കുന്ന വലിയൊരു സൗജന്യം, ഒരു അംഗീകാരം, അഭിനന്ദനമൊക്കെ വേണ്ടെന്ന് വെക്കാനായിട്ട് ഒരു മനുഷ്യന് ഒരിക്കലും തയ്യാറാവില്ല. യേശു ആവട്ടെ ഈ ജനക്കൂട്ടം തന്നെ അവരുടെ നേതാവാക്കാനായിട്ട് പുറപ്പെടുന്നു, ഒരുങ്ങുന്നു എന്നുള്ള അവരുടെ ഉള്ളിലെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് തനിയെ മലമുകളിലേക്ക് പിന്മാറിപ്പോവുകയാണ്. യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സ്വഭാവ സവിശേഷത കൂടി നമുക്ക് ബോധ്യപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ഈ 6-ാം അധ്യായം സത്യം പറഞ്ഞ ദൈർഘ്യമുള്ളത് ആകുക മാത്രമല്ല ഇതിൻ്റെ പ്രാധാന്യം. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ ഏറെ ഉള്ള സുവിശേഷത്തിലൊരു അധ്യായം, വേദാധ്യായം കൂടിയാണ് ഇത്. എന്തായാലും യേശു തമ്പുരാന് മലമുകളിലേക്ക് തനികെ പോയത് തന്നിലൂടെ ജനത്തിന് സമൃദ്ധിയായിട്ട് അപ്പം വർദ്ധിപ്പിച്ച് ഒരു വിഭവസമൃദ്ധമായി വിരുന്ന് ലഭിച്ചതിൻ്റെ നിർവൃതിയിൽ തമ്പുരാനോട്, പിതാവാം ദൈവത്തോട് ചേർന്ന് ആയിരിക്കാനായിട്ടുള്ള ഒരു വിടവാങ്ങലായിരുന്നു അത്. ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും മുമ്പും പിമ്പും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സവിശേഷ സ്വഭാവം കൂടി യേശുവിനുണ്ടായിരുന്നു. എപ്പോഴും ദൈവവുമായിട്ടൊരു സംസർഗത്തിലൂടെ കടന്നു പോകുക. ഭൂമിയിലെ മനുഷ്യർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമാകുന്നത്, അത്തരമൊരു ബന്ധം ആവശ്യമാണെന്നൊക്കെ തോന്നുന്നത് ജീവിതത്തിൽ ചെറിയ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ മാത്രമാണ്. നേട്ടങ്ങൾക്കൊപ്പം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുക അത്ര എളുപ്പമല്ല എല്ലാവർക്കുമൊക്കെ. എന്നിരുന്നാൽ തന്നെയും യേശുവിൻ്റെ അഭാവത്തിൽ ശിഷ്യർ വള്ളത്തിൽ അക്കരെ പോകാനായിട്ട് ശ്രമിക്കുന്നു. അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താനാവുന്നതിന് മുമ്പ് കാറ്റ് പ്രതികൂലമാവുകയും ആ വെള്ളം വല്ലാതെ തിരകളാൽ ഉയർന്നു പൊങ്ങുകയും വഞ്ചി അപകടത്തിലാകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ യേശു പതിയെ കരയിലേക്ക് എത്തുകയാണ്. അങ്ങനെ വെള്ളത്തിന് മീതെ യേശു നടന്നു വരികയും വള്ളത്തെ കയറാൻ വരികയും ഭയപ്പെടേണ്ട, ഞാനാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. യേശുവിനെ അവർ പടകിലേക്ക് കയറ്റാനായിട്ട് ഒരുങ്ങുന്നതോടൊപ്പം തന്നെ ആ പടക് കരയോട് ചേരുകയാണ്.
അതല്ല ഇവിടുത്തെ ഏറ്റവും രസകരമായ ഭാഗം. അപ്പം തിന്ന് തൃപ്തരായ വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പം അവശേഷിച്ച അപ്പത്തിൻ്റെ വിഹിതവും കിട്ടിയവരാ. അവർ യേശുവിനെ ഇനി വിടാൻ തയ്യാറാവുന്നില്ല. തങ്ങൾ രാജാവാക്കാനായിട്ട് അവർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടെങ്കിലും യേശുവിൻ്റെ പിന്നാലെ കൂടി അപ്പം കിട്ടുമെന്നുള്ള ഒരു ഓർമ്മയിലും പ്രതീക്ഷയിലും യേശുവിനെ അവർ നന്നായിട്ട് പിന്തുടരുകയാണ്. അങ്ങനെ യേശുവിനെ അവർ കഷ്ടപ്പെട്ട് പിറ്റേന്ന് രാവിലെ മറ്റ് വള്ളങ്ങളുടെ സഹായത്താൽ മറുകരയെത്തി യേശുവിനെ അവിടെ കണ്ടെത്തി കഴിയുമ്പോൾ ഇതേ വേദാധ്യായം 25-ാമത്തെ വചനം ഇതാണ്: റബി, അങ്ങ് എപ്പോഴാണ് ഇവിടെ വന്നത്? അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ഇവിടെ വന്നത്? ശിഷ്യന്മാർ മാത്രമാണ് തലേ ദിവസം പടകിൽ അക്കരയ്ക്ക് പോകുന്നത് ഞങ്ങൾ സാക്ഷികളാണ്. അങ്ങ് തനികയാവാനായിട്ട് ഞങ്ങളാകുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയോ വെട്ടിമാറി മലമുകളിലേക്ക് പോവുകയും ചെയ്തതാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങ് പ്രഭാതമായപ്പോൾ ഇക്കരെ എത്തിയത്? യേശുവിൻ്റെ മറുപടി യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനത്തിലുണ്ട്. അതിതാണ്: നിങ്ങളെന്നെ അന്വേഷിക്കുന്നത് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് ആണ്. അപ്പോൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് മാത്രം നിങ്ങളെന്നെ അന്വേഷിക്കരുതെന്ന് യേശു തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമിയിലെ ഓരോ മനുഷ്യനും തങ്ങളുടെ അർഹമായ അംഗീകാരവും അഭിനന്ദനവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറത്ത്, അർഹതയ്ക്കപ്പുറത്തുള്ള അംഗീകാരവും ആദരവും അഭിനന്ദനവും ഒക്കെ ലഭിക്കണമെന്ന് കരുതുന്നവരാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. തിരിച്ച് കുറച്ചും കൂടി നമ്മൾ നേരാവണ്ണം കാര്യങ്ങളെ കണ്ടാൽ നമ്മുടെ മുഴുവൻ പരിശ്രമങ്ങളും ഒരു പരിധിവരെ ഇത്തരം അംഗീകാരങ്ങൾ ലഭിക്കാൻ വേണ്ടി, ഇത്തരം അഭിനന്ദനങ്ങൾക്ക് പാത്രമാവാൻ വേണ്ടി മാത്രമായിട്ട് മാറുന്നുണ്ട്. നിത്യജീവിതത്തിൽ ഏറ്റവും വലിയ പരാതി പോലും അർഹമായ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതാണ്. അർഹമായ വിധത്തിൽ എന്നെ അവർ അല്ലെങ്കിൽ അവൾ പരിഗണിച്ചില്ല എന്ന് പരാതി പറയുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ അർഹതയ്ക്കപ്പുറത്തും കുറച്ചും കൂടി പരിഗണന തരാനായിട്ട് ഗൗരവമുള്ള ആളാണ് ഞാൻ, അത്രമാത്രം സാമർഥ്യമുള്ള യോഗ്യതയുള്ള ആളാണ് ഞാനെന്നുള്ളൊരു ഭാവവും കൂടി ഉണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനായിട്ട് ഉള്ള ഒരു മനോഭാവം നമ്മൾ ഇതുവരെയും വളർത്തിക്കൊണ്ട് വന്നിട്ടില്ല. നല്ല ഭൃത്യന്മാരുടെ സവിശേഷതയെക്കുറിച്ചൊക്കെ യേശു തമ്പുരാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ യജമാനൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ വയലുകളിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ മടങ്ങി വന്നു കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് വിരുന്നൊരുക്കി വിരുന്നുമേശ ഒരുക്കി എല്ലാം വെടിപ്പായിട്ട് നിർവഹിച്ച്, എന്നാലോ ഞങ്ങൾ വെറും ദാസന്മാരാണ്, കാര്യങ്ങൾ കുറേ കൂടി ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നിർവഹിക്കാമായിരുന്നു, ഇതൊന്നും പോരാ എന്നുള്ള ഒരു വിനയഭാവത്തിൽ മാറി നിൽക്കാനായിട്ട് യേശുതമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും വേറിട്ട ഒരു പ്രാർത്ഥനാനുഭവം ഇല്ലാത്തത് കൊണ്ട് ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ഒക്കെ നമ്മളിങ്ങനെ അമിതമായ ഒരു അംഗീകാരവും ശ്രദ്ധയും ആദരവും ഒക്കെ ലഭിക്കണമെന്ന് സാഠ്യം പിടിച്ചു തുടങ്ങുന്നുണ്ട്. ഒരു പ്രാർത്ഥന അനുഭവം ഇല്ലാത്തത് കൊണ്ട്, ജീവിതത്തിലൊരു മെഡിറ്റേഷൻ ഇല്ലാതെ പോകുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു ദുരന്തമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മെഡിറ്റേഷനിലേക്ക്, ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക്, ഒരു യേശു അറിവിലേക്ക് എത്താനായിട്ട് കഴിയാതെ പോകുന്ന മനുഷ്യർക്ക്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്ത് സംഭവിക്കുമെന്ന് ഈ വേദാധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ചാലും ധ്യാനിച്ചാലും നമുക്ക് പിടികിട്ടുന്നതാണ്. യേശുവിൻ്റെ ആരോപണം ഒന്നിതായിരുന്നു: നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടിസ്ഥാനപരമായൊരു സ്നേഹം കൊണ്ടോ ആദരവ് കൊണ്ടോ അടുപ്പം കൊണ്ടോ ഒന്നുമല്ല, പിന്നെ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട്, ഇനി അപ്പം തിന്നാൻ കിട്ടുമെന്നുള്ള ഒരു തോന്നലോ ഉറപ്പോ ഒരു ആഗ്രഹമോ കൊതിയോ ഒക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വീണ്ടും അന്വേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ യേശു എന്ന് പറയുന്ന രക്ഷകനെ അന്വേഷിക്കുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ഓരോരുത്തർക്കും ഒരു ബാധ്യതയുണ്ടെന്ന് കൂടി ഈ ഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. യേശുതമ്പുരാൻ്റെ ആദ്യത്തെ ചോദ്യം ഒന്ന് ധ്യാനിച്ചത് നല്ലതാണ്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വചനം ഇതിൽ സങ്കടത്തോടെ മാത്രം ഒരാൾക്ക് വായിക്കാൻ പറ്റും. ആ ഒരു പരിസരവും പശ്ചാത്തലവും അങ്ങനെയാണ്. 12 വയസ്സുള്ള സമയത്ത് യെരുശലേമിൽ പെരുന്നാൾ പങ്കെടുക്കാനായിട്ട് യൗസേപ്പ് എന്ന പിതാവും മറിയം എന്ന അമ്മയോടൊപ്പം യേശു പോവുകയും അവരുടെ അപ്പൻ്റെ അമ്മയുടെ മടക്കയാത്ര ഒരു ദിവസം പൂർത്തിയായി കഴിയുമ്പോൾ തങ്ങൾക്കൊപ്പം യേശുവില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അമ്മയും അപ്പനും മറിയവും യൗസേപ്പും 3 ദിവസക്കാലം പുറകോട്ട് അന്വേഷിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ദേവാലയത്തിലെത്തി അവിടെ യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ മറിയം നെഞ്ചു പൊടിഞ്ഞ് ഇങ്ങനെയാണ് പറയുന്നത്: ഈ ഞാനും അപ്പനും നിൻ്റെ അപ്പനും എന്തുമാത്രം നിന്നെ അന്വേഷിച്ച് വിഷമിച്ചു നിനക്കറിയാവോ? നീ എന്തെടുക്കുകയായിരുന്നു?
അതിൽ ചെറിയൊരു ശാസനയും പരിഭവവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു ആ നല്ല അമ്മയുടെ വാക്കുകൾക്കകത്ത്. അതിനുള്ള മറുപടി എന്ന നിലയിലാണ് യേശു തമ്പുരാൻ പറയുന്നത്, എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടത് ഉചിതമല്ലയോ? അപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മുതിർന്ന ആളുകൾ ഇവിടെ ഉത്തരം പറയുകയാണ്, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടും അപ്പം ഇനി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും മാത്രമാണ് ഞങ്ങൾ അന്വേഷിക്കുക. അതുകൊണ്ട് അപ്പം കിട്ടാൻ വേറെ ഏതെങ്കിലും ഇടങ്ങളോ അപ്പം തരാൻ വേറെ ആരെങ്കിലും ആളുകളോ തയ്യാറാവുന്ന പക്ഷം ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ഏത് കാലത്തും ഏത് നേരത്തും. അതുതന്നെയാണ് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളെ ഇങ്ങനെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിൻ്റെ ആ കനാൻ നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോഴും ഓരോ നേരവും ഇത്തിരി വിശക്കോ ദാഹിക്കുകയോ ഒക്കെ ചെയ്ത നേരത്തെ ജനങ്ങൾ പിറുപിറുത്തതും മോശയോട് കലഹിച്ചതുമൊക്കെ. ഫറവോൻ്റെ ആ അടിമത്തത്തിൻ്റെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. നീ നിൻ്റെ ദൈവത്തിൻ്റെ ഇടത്തേക്ക് പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് ദൈവ ആരാധനയ്ക്കായിട്ട് നല്ല ജീവിതത്തിനുമായിട്ടൊക്കെ കൊണ്ടുപോകുവാൻ ഞങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് വല്ലാത്തൊരു പരിങ്ങലിൽ അപകടത്തിലുമാണ് ജീവിതം. എന്തായാലും എന്തിനാണ് യേശുവിനെ അന്വേഷിക്കുന്നതെന്നുള്ള ചോദ്യം ജീവിതത്തിൽ കുറേയും കൂടെ നിർണായകമാകുന്നു. എല്ലാവർക്കും യേശു എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ പുറംകുപ്പായം മാത്രം മതി. യേശുവിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ചില ഭൗതിക കാര്യങ്ങൾ, സുരക്ഷിതത്വങ്ങൾ മാത്രം മതിയോ? അങ്ങനെയുണ്ട് വേദപുസ്തകത്തിനകത്ത്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട ഒരു സ്ത്രീക്ക് മാത്രമല്ല, അനേക രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. അങ്ങനെ അവൻ കടന്നു പോകുന്ന വഴിയരികിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊടാനായിട്ട് അനേക ആളുകൾ, രോഗികളായ അനേക ആളുകളെ കൊണ്ടുവരികയും അവർക്കൊക്കെ സൗഖ്യം കിട്ടി എന്നും സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് നമ്മളൊന്ന് വായിച്ചു പോയാൽ കാര്യങ്ങൾ ഇങ്ങനെയാണ്. യേശു എന്ന് പറയുന്ന ഒരാൾ അപ്രസക്തമാകുകയും ആ സൗഖ്യം കിട്ടാൻ സാധ്യതയുള്ള അത്ഭുത ശക്തി കുടികൊള്ളുന്ന അവരുടെ വസ്ത്രത്തിന് കുറേ കൂടി പ്രാധാന്യമുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യേശു എന്ന് പറയുന്ന ആളോ അവൻ്റെ മജ്ജയോ ആവശ്യമില്ല, അവൻ്റെ ഹൃദയവും ആവശ്യമില്ലാതായി മാറുകയും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പെങ്കിലും ലഭിച്ചാൽ രക്ഷപ്പെടാമെന്നുള്ള ഒരു ധാരണയിൽ അവൻ്റെ ആളുകൾ സ്നേഹിക്കുന്നു എന്ന് ഭാവിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെയാണ് യേശു തമ്പുരാൻ കുതറി മാറാനായിട്ട് ശ്രമിക്കുക. തങ്ങളുടെ നേതാവാക്കാനായിട്ട് അവർ യേശുവിനെ ആഗ്രഹിച്ചത് തങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്കൊരു നേതൃത്വം കൊടുക്കാനായിട്ട്. ഇങ്ങനെ വിശക്കുന്ന നേരങ്ങളിൽ അപ്പമായിട്ട്, രോഗം വരുമ്പോൾ സൗഖ്യമായിട്ട്, ദാഹം വരുമ്പം വെള്ളമായിട്ട്, ഓരോ ഭൗതിക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഉപകാരങ്ങളായിട്ട്, ഫലങ്ങളായിട്ട് യേശു മാറാൻ പാകത്തിന് ഭൗതിക നേതാവാക്കാനായിട്ട് അവർ ആഗ്രഹിച്ചത് കൊണ്ടാവുമല്ലോ അവർ ആൾക്കൂട്ടത്തിൻ്റെ താല്പര്യത്തെ യേശു മനസ്സിലാക്കി അവരിൽ നിന്ന് ബലമായി ബുദ്ധിപൂർവം വിട്ട് മലമുകളിലേക്ക് തനിച്ചായി പോയതെന്നുകൂടി ഓർക്കാം. 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ഭാഗവും കൂടെ ഇതിനോട് ചേർത്ത് ഓർത്താൻ നല്ലതാണ്. യേശു ഒരു പ്രത്യേക സന്ദർഭത്തിലെ സാഹചര്യത്തിലെ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു. എന്നിട്ടോ അവർ യാത്രയിൽ, അവർ മുമ്പോട്ടുള്ള യാത്രക്കിടയിലാണ് അവർ സൗഖ്യം വീണ് കിട്ടുക. അതിൽ ഒരാൾ മാത്രം തിരികെ വരികയും യേശുവിനെ കണ്ടെത്തി സൗഖ്യം തന്നതിന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ ചോദ്യം, സൗഖ്യം പ്രാപിച്ചവരാകെ 10 പേരല്ലായിരുന്നോ? ബാക്കി 9 പേരെവിടെ? ഒരു വല്ലാത്തൊരു ചോദ്യം അവിടെ മുഴങ്ങുന്നുണ്ട്. നന്ദി കിട്ടാൻ വേണ്ടിയോ ഒരു പ്രശംസ ലഭിക്കാൻ വേണ്ടിയോ ആയിരുന്നില്ല യേശു അങ്ങനെ അന്വേഷിച്ചത്. മറിച്ച് 9 പേരെവിടെ പോയി? പരിപൂർണമായൊരു സൗഖ്യം അവരുടെ മനസ്സിനും ഹൃദയത്തിനും ജീവിതത്തിനും സംഭവിച്ചിരുന്നെങ്കിൽ അവർ ആദ്യം അന്വേഷിക്കുക യേശുവിനെയാണ്. കുഷ്ഠം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ഭൗതികമായ വിചാരത്തിൽ പറഞ്ഞാൽ തൊലിക്ക് പുറത്തുള്ളൊരു അസുഖമാണ്. ആ കുഷ്ഠത്തിന് സൗഖ്യം കിട്ടിക്കാണും ഒരുപക്ഷെ 10 പേർക്കും. പക്ഷെ മനസ്സിനും ശരീരത്തിനും വിചാരങ്ങൾക്ക് സർവത്ര സമഗ്രമായ ഒരു സൗഖ്യം കിട്ടിയ ഒരാൾക്ക് പിന്നീട് യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതാണ് 10 പേരിൽ ഒരാളിങ്ങനെ മടങ്ങി വരാനായിട്ട് ഇടയായത്. അപ്പോൾ യേശു തമ്പുരാൻ പതിയെ ജനത്തോട് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് മാത്രമാണ്. നശിച്ചു പോകുന്ന അപ്പം നിങ്ങൾ അന്വേഷിക്കാതെ അനശ്വരമായ നിത്യജീവനെ ലഭിക്കുന്ന അപ്പം അന്വേഷിക്കുക. അപ്പോഴവിടെ വീണ്ടും ഒരു തർക്കം രൂപപ്പെടുന്നുണ്ട്. അതും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് കിടപ്പുണ്ട്. ഇവൻ ആരാണ്? ഇതൊക്കെ പറയാനായിട്ട് ഇവൻ എവിടുന്ന് ജ്ഞാനം കിട്ടി? ഇവനെ യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും മകനല്ലേ? ഇവൻ്റെ സഹോദരങ്ങളൊക്കെ നമ്മൾക്കിടയിലില്ലേ? അപ്പോൾ ഓർക്കുക, യേശുവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ ഒരു ഭിന്നതയുണ്ടാകുന്നു.
യേശുവിൽ നിന്നവർ മാനസികമായി എല്ലാ അർത്ഥത്തിലും അകന്നു പോകുന്നു. ഇവൻ ആരാണ്? ഇവൻ ആ യൗസേപ്പിൻ്റെ മകനല്ലേ, മറിയത്തിൻ്റെ മകനല്ലേ? ശരിക്കും പറഞ്ഞാൽ യൗസേപ്പ് ഒരു കാർപ്പൻറ്ററാണ്, ഒരു മരയാശാരിയാണ്. അപ്പോൾ പറഞ്ഞു വരിക ഇവനൊരു ആശാരിയല്ലേ എന്നാണ് ശരിക്കും ചോദ്യം. ഇവൻ എങ്ങനെയാണ് പിന്നെ നിത്യജീവനെക്കുറിച്ചൊക്കെ തങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ നേതാവിനെ പോലെ പറയാനും സംസാരിക്കാനും സാധിക്കുക? എന്തായാലും യേശു തമ്പുരാൻ പതിയെ വളരെ ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് ഒരു നാളും മരിക്കുകയില്ല, എൻ്റെ രക്തം കുടിക്കുന്നവൻ എക്കാലവും ജീവിക്കും. അങ്ങനെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഒരുവനും നിത്യജീവൻ ലഭിക്കുകയില്ല. അപ്പം നിത്യജീവനിലേക്ക് പതിയെ യേശു തൻ്റെ ഈ പാഠങ്ങളെ എത്തിക്കുകയാണ്. നിത്യജീവനിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഭൂമിയിലേക്ക് ഏറ്റവും വലിയ ആ ബലിയും വിരുന്നും അതിൻ്റെ ശ്രേഷ്ഠതയെ യേശു ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗം കൂടിയാണ്. അങ്ങനെയാകുമ്പോൾ വിശുദ്ധ കുർബാനയെ ഗൗരവത്തിൽ കാണുന്ന ആളുകൾക്ക് ആ കുർബാന എന്തുമാത്രം ആശ്വാസവും സൗഖ്യവുമാണെന്ന് ബോധ്യപ്പെടുന്നു. അല്ലാത്ത മഹാഭൂരിപക്ഷം ആളുകൾക്കും കുർബാന ഏറ്റവും വിരസമായ ഒരു ശുശ്രൂഷയായിട്ട് മാറുന്നുണ്ട്. ഒരു മണിക്കൂർ 2 മണിക്കൂർ നേരം പോലും, ആഴ്ചയിൽ ഒരു ദിവസം പോലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏകാഗ്രമാക്കാനായിട്ട്, നമ്മളെ തന്നെ ഒന്ന് ആ വർത്തമാനകാലത്തോട് ചേർത്ത് നിർത്താനായിട്ട് പറ്റാതെ പോകുന്നു എന്നുള്ളത് എന്തൊരു കഷ്ടത നിറഞ്ഞ, സങ്കടം നിറഞ്ഞൊരവസ്ഥയാണ്. അപ്പോൾ യേശുവിൻ്റെ ഈ പാഠം വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. അപ്പോൾ 6-ാം അധ്യായം തന്നെ 60-ാം വചനത്തിലേക്ക് വരുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷ ഭാഗം അവരുടെ നയം വ്യക്തമാക്കി തുടങ്ങി. അവർ പറയുകയാണ്, ഇത് കഠിനമാണ് കേട്ടോ, ഈ പാഠങ്ങൾ, ഇതിനുവേണ്ടി അങ്ങ് ഉപയോഗിച്ച വാക്കുകൾ, ആശയങ്ങളൊക്കെ വളരെ കഠിനമാണ്. ഇതൊന്നും ഗ്രഹിക്കുവാനോ പാലിക്കുവാനോ പരിശീലിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഒന്നും സാധ്യമല്ല ആർക്കും. അങ്ങനെ യേശു പഠിപ്പിച്ച ഏറ്റവും മർമ്മപ്രധാനമായ തൻ്റെ പരസ്യ ജീവിതകാലം കൊണ്ട് യേശു എന്താണോ ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതും ആ ഒരു വലിയ പാഠത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവനെ കേട്ട ജനക്കൂട്ടത്തിൻ്റെ ഒരു ഭൂരിപക്ഷ ഭാഗത്തിനും കാലിടറുന്നു, മനസ്സിടറുന്നു, ആശയമിടറുന്നു. അവർ പറയുകയാണ്, ഇത് ദുർഗ്രഹമാണ്, ഇത് ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ പ്രവർത്തിക്കുവാനോ ഒന്നും സാധ്യമായ കാര്യങ്ങളല്ല, അപ്രായോഗികമായ കാര്യങ്ങളാണ് നീ പറയുന്നതെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഭൂരിപക്ഷ ജനക്കൂട്ടം എത്തുകയാണ്. അവിടെ സ്വാഭാവികമായിട്ടും യേശു എന്ന് പറയുന്ന ഒരു നല്ല ഗുരു താനിപ്പോൾ പഠിപ്പിച്ചു വന്ന പാഠങ്ങളെ ഒന്നും കൂടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട്, ഒന്നും കൂടി ഒന്ന് വെള്ളം ചേർത്ത് ലഘൂകരിക്കാനായിട്ട്, അതിൻ്റെ സാന്ദ്രത ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിരുന്നു. കാരണം തൻ്റെ കേൾവിക്കാരിൽ ഭൂരിപക്ഷം ആളുകളും ഇതിനോട് വിയോജിപ്പ് വാക്കിലും മുഖഭാവത്തിലും ഒക്കെ പ്രകടിപ്പിച്ച് തുടങ്ങുന്നു. അവരുടെ ശരീരഭാഷ കൊണ്ട് അങ്ങനെ ബോധ്യമാകുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുക പ്ലാറ്റ്ഫോം ഒന്ന് മാറിപ്പിടിക്കേണ്ടതായിരുന്നു. യേശു കുറച്ചും കൂടി കാര്യങ്ങളെ സങ്കീർണമാക്കി വീണ്ടും പറയാൻ തുടങ്ങി. 60-ാം വചനത്തിന് ശേഷം ജനത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ വിയോജിപ്പ് ബോധ്യപ്പെട്ട യേശു കാര്യങ്ങളെ കുറച്ചും കൂടി കഠിനമാക്കി പറയാൻ തുടങ്ങി. ഇങ്ങനെ തന്നെ സാധിക്കുകയുള്ളൂ. നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എൻ്റെ ശരീരവും എൻ്റെ രക്തവും പാനം ചെയ്യാനായിട്ടും സ്വീകരിപ്പാനായിട്ടും തയ്യാറാവണം. അവൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം അവൻ്റെ നിലപാടുകളോട് അവൻ്റെ മൂല്യങ്ങളോട് ചേർന്നുള്ള ഒരു ജീവിതമാണ്. ആ ഹിതങ്ങൾക്കിണങ്ങുന്ന വിധത്തിലുള്ളൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുമോ എന്നാണ് ഏറ്റവും ലളിതമായ ഋജുവായ ചോദ്യം. 66-ാം വചനം എന്തുമാത്രം കഠിനമാണെന്നറിയാം. വേദപുസ്തകത്തിൽ ഇത്രയും കഠിനമായ വചനങ്ങൾ വളരെ കുറവാണ്. 66-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വായിച്ചു കിട്ടുക. അതിനുശേഷം അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവനോട് കൂടെ നടന്നില്ല. അവിടെ ഉപയോഗിച്ച വാക്കുകൾ ഇതാണ്, ശിഷ്യന്മാരൻ തന്നെയാണ്, അവനോടൊപ്പമുള്ള ആളുകളാണ്. അവൻ്റെ ഈ പുതിയ പാഠ പദ്ധതി ഒട്ടും തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കി അവർ മടങ്ങിപ്പോവുകയാണ്. ഈ ഒരു ക്ലാസ്സോ കൂട്ടായ്മയിൽ നിന്നോ ഞങ്ങൾ സ്വയമേ ബഹിഷ്കൃതരാകുക. കാരണം ഇത് പ്രായോഗികമായി പിന്തുടരാനായിട്ട് പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ 66-ാം വചനമാകുമ്പോഴത്തേന് കാര്യങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ്. ഇത് അസാധ്യമായ പാഠങ്ങളാണ്. നീ വെറും ഒരു യൗസേപ്പിൻ്റെ വെറും മറിയത്തിൻ്റെ മകൻ എന്ന നിലയിൽ നീ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഒരു വിധത്തിൽ സാധ്യമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ യേശു ഒപ്പമുള്ള 12 പേരെ ഉറ്റുനോക്കുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ പുറകിലായിരിക്കണം, യേശു തിരിഞ്ഞു നോക്കുന്നവരെ. എന്നിട്ട് അവരോട് പൊതുവെ ചോദിക്കാൻ, നിങ്ങൾക്കും പോകാൻ താല്പര്യമുണ്ടോ?
ഓർക്കണം, ഒരു ഗുരുവിൻ്റെ ഒരു ധൈര്യം ഇതാണ്, ഏറ്റവും ഒപ്പമുള്ള തന്നോട് ഏറ്റവും ചുറ്റിപ്പറ്റിയുള്ള 12 പേരും തന്നെ ഇട്ടിട്ട് പോയാലും തൻ്റെ നിലപാടിൽ നിന്നോ താൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന മൂല്യങ്ങളിൽ നിന്നോ അണുവിട വ്യതിയാനമോ വ്യത്യാസമോ വരുത്തുകയോ പുറകോട്ട് പോവുകയോ ചെയ്യില്ല എന്നൊരു നിശ്ചയമാണത്. അപ്പോൾ യേശു ധൈര്യത്തോടെയാണ് ചോദിക്കുന്നെങ്കിലും എന്ത് മറുപടിയാണ് അവരിൽ നിന്ന് വരിക എന്നൊരു നിശ്ചയമില്ല. നിങ്ങൾക്കും പോകാൻ താല്പര്യമുണ്ടോ? എല്ലാവരും എണീറ്റ് പോകുന്ന ഈ അവസരം നിങ്ങൾക്കും വേണേൽ പ്രയോജനപ്പെടുത്താം. അപ്പോഴാണ് പത്രോസ് പറയുക, ഞങ്ങൾ മറ്റാരുടെ അടുക്കൽ പോകും? നിത്യജീവൻ നിൻ്റെ പക്കലുണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. അപ്പോൾ പത്രോസിൻ്റെ മറുപടി വളരെ ക്ലിയറാണ്. ഒന്ന്, നിത്യജീവൻ നിൻ്റെ സന്നിധിയിലുണ്ട്. അപ്പോൾ വെറുതെ അല്ല ഞങ്ങൾ നിന്നെ അന്വേഷിച്ചെത്തിയതും നിന്നെ അപ്പം കിട്ടുമെന്നോ മാത്രം, അതായത് നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് അനശ്വരമായ നിത്യജീവന് വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ നിന്നെ കണ്ടെത്തിയത്, അന്വേഷിച്ചതും പിന്തുടർന്ന് നോക്കുന്നത് പത്രോസ് വെളിപ്പെടുത്തുകയാണ്. ഒപ്പം പത്രോസ് പറയുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, നീ ആരാണെന്നും ഞങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നീ ആരാണെന്നും ബോധ്യപ്പെട്ടിട്ടാണ്. അപ്പോൾ ഒരു മണ്ടത്തരം നിറഞ്ഞ അന്ധന്മാരിങ്ങനെ ആനയെ കാണാൻ പോയതും കണ്ടു മടങ്ങിയ മാതിരിയുള്ള കാര്യങ്ങളല്ല എന്ന് പത്രോസ് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു വെളിപ്പെടുത്തൽ കൂടിയാണ് കേട്ടോ. അതുതന്നെയാണ് യേശു തമ്പുരാൻ്റെ ഉദ്ധാനത്തിന് ശേഷം പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം, ഏറ്റവും അധികം നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും അപ്പുറത്ത് യേശു എന്ന് പറയുന്ന സ്നേഹാനുഭവത്തോട് ചേർന്നായിരിക്കുക എന്നതിന് ഒരു യേശു വിശ്വാസിയുടെ, യേശു പുത്രൻ്റെയോ പുത്രിയുടെയോ ജീവിതത്തിൽ എന്തുമാത്രം വലിയ സ്ഥാനമുണ്ട്. അവിടെ ഭൂമിയിലെ ഒരു ചെറിയ അംഗീകാരങ്ങൾക്ക്, പ്രശംസയ്ക്ക്, ആദരവിനൊന്നും അമിത പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ ഉപയോഗിച്ച് നിർവഹിച്ച ഏറ്റവും ചെറിയ വലിയ കാര്യങ്ങൾക്ക് മുമ്പിൽ ആ വിധത്തിൽ നമ്മുടെ ശിരസ്, അതായത് ശിരസ് നമിച്ച് നിൽക്കാനായിട്ട് നമ്മളെ തന്നെ പഠിപ്പിക്കണം. അതുകൊണ്ടാണല്ലോ അപ്പം വർദ്ധിപ്പിച്ച മഹാ അത്ഭുതത്തിന് ശേഷം യേശു ആൾക്കൂട്ടം അവരുടെ നേതാവാക്കാൻ മുതിരുന്നതിനിടയിൽ തന്നെ ഏറ്റവും നല്ല സന്ദർഭത്തിൽ തന്നെ യേശു സ്വാഭാവികമായി തിരശ്ശീലേക്ക് പിന്നിലേക്ക് മാറുകയാണ്. വിശുദ്ധ കുർബാന യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണെന്ന് നമുക്ക് കുറേ കൂടി പ്രാർത്ഥനയോടെ, ഒരു ധ്യാനബോധത്തോടെ തിരിച്ചറിയാം. ഒപ്പം അതിനെ നമ്മൾക്ക് ഉൾക്കൊള്ളാനായിട്ട് വിശുദ്ധ കുർബാന കാണുവാനുള്ളതല്ല, മറിച്ച് സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കാനുള്ളതാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ടുള്ള ബാധ്യത ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള ധാരണയിൽ ആ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ആ വിരുന്ന് വിളമ്പുന്ന ഇടം എത്രയോ വലുതാണെന്നുള്ള ധാരണയിൽ ദേവാലയത്തെ നമുക്ക് കുറേ കൂടി സ്നേഹിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാവുമ്പോൾ ആ ദേവാലയം അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ശരീരമെന്നുള്ള ധാരണയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ എത്തിച്ചേരാം. ആമേൻ. Body